ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു ഇഫ്താർ സ്നാക്ക് ഐറ്റം കേട്ടോ. ഒരു മസാല കൊണ്ട് നമുക്ക് 2 ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം ഈസിയാണ്, എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് 2 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ളി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ചപ്പാത്തി മാവ് കട്ട് കുറച്ചുകൂടി ലൂസായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. നമുക്കിനി ഇതൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് സൈഡിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ എടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചേർക്കുക. പിന്നെ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കുക. പിന്നെ ഈ സവോള നന്നായിട്ട് വാടി വരണം കേട്ടോ. കളർ മാറാൻ പാടില്ല. നന്നായിട്ട് വാടിയിട്ടാൽ മതി കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. മീറ്റ് മസാല ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും പിന്നെ 3 വെളുത്തുള്ളി കേട്ടോ. ഇതെല്ലാം കൂട്ടി ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. പേസ്റ്റാക്കിയതല്ല, ചതച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം കൂട്ടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചിക്കൻ കേട്ടോ. ചിക്കനാണ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്, ഉപ്പൊക്കെ പാകമുണ്ട്. കാരണം നമ്മളുടെ ഡവ് റെഡി ആയിട്ട് അവിടെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി പോലത്തെ പരത്തിട്ടെടുക്കാം കേട്ടോ. ഇങ്ങനെ പരത്തിട്ടെടുത്ത ശേഷം 1 ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വയ്ക്കുക. റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. സെയിം അതേപോലത്തെ 2 ചപ്പാത്തി പോലത്തെ പരത്തിട്ടെടുക്കുക. അതിലേക്ക് ഇങ്ങനെ 1 ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അതിലേക്ക് നമ്മൾ മസാല റെഡിയാക്കി വെച്ചില്ലേ, അത് നമുക്ക് 1 ടീസ്പൂൺ വെച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കണേ. കൂടുതൽ മസാല വയ്ക്കാൻ പാടില്ല. ഒന്ന് നൈസായിട്ട് പരത്തിട്ടെടുത്ത ശേഷം പിന്നെ അതേപോലത്തെ ഒരെണ്ണം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. വെച്ച് കൊടുത്ത ശേഷം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ സൈഡിൽ കട്ടായിട്ടില്ല. ഞാൻ കുറച്ചുകൂടി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമുക്ക് കട്ട് ചെയ്ത ശേഷം ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ എടുക്കുക.
ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, വേസ്റ്റൊന്നും ആവില്ല. ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഇനി രണ്ടാമത്തെ കൂടി നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഒരെണ്ണം മൂടി പരത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണേ. അതിനുശേഷം നമുക്ക് ഗ്ലാസ്സോ അല്ലെങ്കിൽ റൗണ്ടുള്ള മൂടിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതോടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് പൊടിയിട്ടിട്ട് ആ മൈദമാവില്ലേ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് സൈഡിലെണ്ണ ഇതായിട്ടില്ലെങ്കിൽ ഒന്നിങ്ങനെ ഇതായി പ്രസ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. കണ്ട ഇങ്ങനെ തിരിക്കാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ട മൊത്തത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഭയങ്കര സിമ്പിൾ കേട്ടോ, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് ഫ്രീസറിൽ എടുത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രീസറിൽ ഒന്ന് എടുത്ത് വെച്ചാൽ മതി. ഇത് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. ഒരു 10-15 ദിവസം കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അതായത് ടേസ്റ്റ് കിട്ടേ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് എടുത്ത് വെച്ചാൽ മതി. ഒരു സിപ്സ് കവറിലൊക്കെ വെച്ചിട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. 2 ആഴ്ച വരെക്കും കുഴപ്പമുണ്ടാവില്ല. കണ്ടണം എല്ലാം കൂടി ഇട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം കേട്ടോ എങ്ങനെ ഉണ്ടാകുന്നുണ്ടല്ലോ. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളല്ലോ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സെയിം മസാല വെച്ചിട്ട് നമുക്ക് ഒരു ഐറ്റം കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു സ്നാക്ക് കൂടി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ മസാലയിലേക്ക് ഒരു മീഡിയം പൊട്ടറ്റോ അല്ലേ അത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ചേർത്തെടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്കെടുത്തിട്ട് കട്ട്ലറ്റ് പോലത്തെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സിമ്പിളാണ് കേട്ടോ. ഞാൻ കട്ട്ലറ്റിൻ്റെ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ തരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കണ്ട എല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള കേട്ടോ, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.